Hello? Can you all hear me? Hello everyone? Okay. I think people are coming. Yeah, first. കേൾക്കാമോ നിങ്ങൾക്ക്? ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങാം അല്ലേ? ഹായ് സിജി. അടച്ചു പോക്കോ ചേട്ടാ. എനിക്ക് തോന്നണ 8 മണിയായി തുടങ്ങാം അല്ലേ? എത്ര പേരായി എന്ന് എനിക്ക് കാണാൻ പറ്റണില്ല. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണോ? ഗുഡ്, വി ക്യാൻ ഹിയർ യു. ദാറ്റ്സ് ഗുഡ്. Thank you, Siji. Thank you. Thank you, Elizabeth. 19 people. Okay. Thank you, Minija. Hi, Romy. Okay. Okay. അപ്പോൾ സിജിയുടെ കയ്യിൽ നിന്ന് ഗ്രീൻ ടിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നണ ജോബിക്കും ടീമിനും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത ജോബിക്കും ടീമിനും, ഇനിഷ്യേറ്റീവ് എടുക്കുക മാത്രമല്ല അത് അതിൻ്റെ പൂർണ്ണതയിൽ അത് ഡെഡിക്കേഷനോട് കൂടി തുടർന്ന് കൊണ്ടുപോകണേലും ജോബിയും ടീമും വലിയൊരു എഫേർട്ടാണ് ഇട്ടിട്ടുള്ളതും ഇട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ജോബിക്കും ടീമിനും congratulations, thank you, and also I would like to take this opportunity to say thank you plus showing my all ongoing support. So thank you Joby and team. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോയ്സി. ഞാൻ പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇവിടെ ലണ്ടനിലാണ് താമസിക്കുന്നത്. സ്ട്രാറ്റ്ഫോർഡ് അടുത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ നഴ്സിംഗ് ജേണി പറയുകയാണെങ്കിൽ ഒരു വലിയ സ്റ്റോറി തന്നെയുണ്ട്. അതൊന്നും പറയാനിപ്പോൾ നേരമില്ല. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയണത് റീവാലിഡേഷനാണ്. എനിക്ക് തോന്നുന്നത് റീവാലിഡേഷൻ ഇറ്റ്സ് എ നൈസ് ആൻഡ് ഈസി സ്ട്രേറ്റ് ഫോർവേഡ് ടോപ്പിക്. വി ക്യാൻ കവർ ഇറ്റ് ഇൻ ഹാഫ് ആൻ അവർ ടൈം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആ 1 മണിക്കൂറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. First half an hour and second half an hour. Second half an hour I'm going to cover revalidation, its benefit, how we do it, and all things around revalidation. പിന്നെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഞാൻ ഉദ്ദേശിക്കണത്, ഞാൻ പറഞ്ഞില്ലേ വലിയൊരു സ്റ്റോറി പറയാനുള്ള നേരമില്ല, എന്നാൽ പോലും ചില കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ജസ്റ്റ് സം തോട്ട്സ് ടു ഷെയർ വിത്ത് യു. കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതും അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ ടോപ്പിക്ക് നൈസ് ആൻഡ് ഈസി ആയതുകൊണ്ട് തന്നെ സീനിയേഴ്സിനൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ ദിവസമാണ്. എന്ന് വെച്ച് എല്ലാ സീനിയേഴ്സും ഓടിക്കളഞ്ഞ് പോയേക്കല്ലേ, കുറച്ച് പേര് യു ക്യാൻ സ്റ്റേ ബാക്ക് ആൻഡ് ചിപ്പ് ഇൻ ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ഹാഫ് ആൻ അവർ. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ നേഴ്സിംഗ് ഞാൻ ചെയ്തത് ചെറിയൊരു ഷോർട്ടായിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. നേഴ്സിംഗ് ഞാൻ തുടങ്ങിയത് 25 years ബാക്കാണ്.
ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് നഴ്സിംഗ് ചെയ്തത്. GNM കോഴ്സാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1 ഇയർ 2 ഇയർ 3 ഇയർ അങ്ങനെ ഡിഫറെൻറ്റ് ഇയേഴ്സ് ഓഫ് ബോണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് 1 ഇയർ ബോണ്ടായിരുന്നു. ഞാൻ ആ 1 ഇയർ ബോണ്ട് ചെയ്തില്ല. കാരണം നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എന്താ പറയുക, എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ 1 ഇയർ ബോണ്ട് പാരൻസും ഇൻലോസും എല്ലാം പറഞ്ഞു തീർത്ത് അങ്ങനെ കല്യാണം കഴിക്കുകയായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് 5 ഇയേഴ്സ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല, പലവിധ കാരണങ്ങളാൽ കൊണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയണത് എന്താ പറയുക, കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു, കുട്ടികൾ മരിക്കുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 5 ഇയേഴ്സ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ജില്ലാ ആശുപത്രിയിൽ ജോയിൻ ചെയ്തു. ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലീവിലാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണത്. അപ്പം ഞാനിവിടെ വന്നത് ഒരു 2007-2008 സമയത്താണ്. 2007 നിങ്ങൾക്കറിയാം വലിയൊരു റിസഷൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളാണ് ഫസ്റ്റ് ONP ചെയ്ത ബാച്ച്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ പിന്നെ കിട്ടി 1 വർഷമായിട്ടും ജോലി കിട്ടാത്തവരുണ്ടായിരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വരണത്. അങ്ങനെ ഇപ്പോഴത്തെ പോലെ ഓസ്കി പെട്ടെന്ന് 6 വീക്സ് 2 മന്ത്സ് കൊണ്ട് കിട്ടില്ലായിരുന്നു അന്ന്. പിന്നെ എന്നെ സംബന്ധിച്ച് 6 മന്ത്സ് എടുത്തു എനിക്ക് പിന്ന് കിട്ടാൻ. പിന്ന് കിട്ടി. നെക്സ്റ്റ് 6 മന്ത്സ് ഞാനൊരു നഴ്സിംഗ് ഹോമിൽ RGനായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ 2008 ഞാൻ എൻ്റെ NHS ജേണി ആരംഭിക്കുന്നത്. ഞാൻ റോയൽ ബ്രോംപ്റ്റൺ ITയിലാണ് എൻ്റെ ആദ്യത്തെ NHS പോസ്റ്റിംഗ് വരണത്. അവിടെ ജോയിൻ ചെയ്ത് അപ്പം ഞാൻ പുറത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ലൈക്ക് എബ്രോഡ് ഇൻ ദ സെൻസ് എന്താ പറയുക, ഗൾഫ് കൺട്രീസിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കൾച്ചറൽ ഷോക്കായിരുന്നു. കാരണം റോയൽ ബ്രോംപ്റ്റൺ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു ടെർഷ്യറി ലെവൽ റെഫറൽ സെൻ്ററാണ്, ഹാർട്ട് ആൻഡ് ലങ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽസ്. അപ്പം അതൊരു സ്ട്രഗിൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. പക്ഷെ അതെല്ലാം ഞാൻ ഓവർകം ചെയ്തു. അതൊന്നും പറയാൻ ഉള്ള ഒരു ടൈം നമുക്ക് ഇന്നില്ല, എപ്പോഴെങ്കിലും പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം റീസെൻ്റ്ലി ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ന്യൂലി ക്വാളിഫൈഡ് നഴ്സ്, ഷി വാസ് എബൌട്ട് ടു ക്വിറ്റ് നഴ്സിംഗ് ആഫ്റ്റർ ഗെറ്റിംഗ് ഹെർ പിൻ. While she was in her first NHS job, she was about to leave her job, and I managed to share my story with her, and it really inspired her, and she decided to stay back in. This happened around 3 years back, and now she is a band 6 nurse. So I'm very proud to say that, inspiring story, but there is no time. At some point I will share it with you. അപ്പം അവിടെ റോയൽ ബ്രോംപ്റ്റണിൽ വെച്ച് ഞാൻ എന്താ പറയുക, എൻ്റെ IT കോഴ്സ് ചെയ്തു, മെൻറ്റർഷിപ്പ് കോഴ്സ് ചെയ്തു, BSc കോഴ്സ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ITU ഇൻചാർജായിട്ട് വേറെ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ഔട്ട്റീച്ചിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ PDN ആയിട്ട് വർക്ക് ചെയ്യണു. PDN എന്ന് പറയുമ്പം 2 തരം PDNs ഉണ്ട്. പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നേഴ്സ് ഉണ്ട്. 2 കൂട്ടരെയും PDN എന്നാണ് പറയണത്. ആ പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നേഴ്സിൻ്റെ വ്യത്യാസം, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ നേഴ്സിൻ്റെ വ്യത്യാസം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് റോളിലേക്ക് പോകാൻ എനിക്ക് ഇന്ന് പറ്റുന്നു തോന്നുന്നില്ല. നമുക്ക് കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ SSA, ലീഡർഷിപ്പ് ആസ് എ ബാൻഡ് 5, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ആർക്കെങ്കിലും കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ആ പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നേഴ്സ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നേഴ്സ്, ബോത്ത് ആർ PDNs, അതിലേക്ക് ഞാൻ പോണില്ല. One thing I would like to say, practice development nurses are based clinically, whereas professional nurses are based like in office based. They will be in the education department doing their work. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നേഴ്സായിട്ട് ഒരു 3-3.5 വർഷമായി. ഐ എം ഗോയിങ് ടു സേ ബൈ ടു NHS നെക്സ്റ്റ് മന്ത് 9th. ഞാൻ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ് മിഡിൽ ഓഫ് നവംബർ. മൈ ലാസ്റ്റ് ഷിഫ്റ്റ് ഓൺ NHS വിൽ ബി 9th നെക്സ്റ്റ് മന്ത്. ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കണത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെ ഇവിടെ ഒരു 13 വർഷം വന്ന് ഡെവലപ്പ് ചെയ്ത് ചെറുതായിട്ട് ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 എന്താ പറയുക, ഒരു 3 ഐഡിയാസ് അല്ലെങ്കിൽ ഒരു 3 തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് തരാൻ പറ്റിയാൽ ഐ എം ഹാപ്പി. ആ 3 തോട്ട്സ് എന്ന് പറയണത്, ഫസ്റ്റ് ഹാഫ് ആൻ അവറിൻ്റെ എയിം എന്ന് പറയണത്, first thought I want you to have is knowledge is power.
അത് ഡീറ്റെയിൽ ആയിട്ട് ഐ വിൽ ടെൽ യു ഇൻ എ മിനിറ്റ്. നോളജ് ഈസ് പവർ. രണ്ടാമത്തെ കാര്യം ഐ വോണ്ട് യു ഓൾ ടു നോ ഈസ് ഹാവ് എ ഗോൾ വിത്ത് പാഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഷൗട്ട് ഔട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അറ്റ് ദ എൻഡ് ഓഫ് ഹാഫ് ആൻ അവർ ഐ വോണ്ട് യു ടു നോ. നോളജ് ഈസ് പവർ, ഹാവ് എ ഗോൾ വിത്ത് പാഷൻ ആൻഡ് ഷൗട്ട് ഔട്ട്. അപ്പം നോളജ് ഈസ് പവർ എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കണേന്ന് ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ഇസ്ന്റ് ഇറ്റ്. നോളജ് ഈസ് പവർ എന്ന് പറയുമ്പം എന്ത് തരം നോളജ് ഞാൻ ഉദ്ദേശിച്ചേ എന്ന് വിചാരിച്ചാൽ അതൊരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് നോളജ്. ഒന്ന് നമ്മുടെ കോഴ്സസ്. ഓരോ കോഴ്സും ചെയ്യുമ്പോൾ നമ്മൾ മോർ ആൻഡ് മോർ നോളജ് അക്വയർ ആണ് ചെയ്യണത്. അപ്പോൾ പണ്ടത്തെ ഒരു ഇത് വെച്ച് നമ്മൾ വന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളേന് മുമ്പ് വന്നിരുന്ന സമയത്തോ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിരുന്നു എങ്കിൽ പോലും അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അന്ന് വന്ന എല്ലാവരും വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതില്ലെങ്കിലും അത് കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ. വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ടൈറ്റർ ദ കോമ്പറ്റീഷൻ. ദ സെക്ടർ ഈസ് ഗെറ്റിംഗ് മോർ കോമ്പറ്റേറ്റീവ്. അപ്പം അതുകൊണ്ട് മുമ്പത്തേക്കാൾ ഉപരി ക്വാളിഫിക്കേഷന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ വെനെവർ യു ഗെറ്റ് എ ചാൻസ് യു ഗ്രാബ് ഇറ്റ്. If there is a chance to go for a course, go for a one-day training, go for a conference, you grab it. നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പകുതി പൈസ കൊടുത്തിട്ടാണ് ഞാൻ BSc നഴ്സിംഗ് ചെയ്തത്. റീസെൻ്റ്ലി ഐ വെൻറ്റ് ടു വെയിൽസ് ടു ഡു എ 3-day കോഴ്സ് ഇൻ ഇൻട്രൊഡക്ഷൻ ടു ടീച്ചിങ്. അത് ഞാൻ സ്വന്തമായിട്ട് ഫണ്ട് ചെയ്തതാണ്. അപ്പം എല്ലാ കോഴ്സും അങ്ങനെ സെൽഫ് ഫണ്ട് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ. ബട്ട് അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഇൻവെസ്റ്റ് സം ടൈം ആൻഡ് മണി. ഇപ്പോൾ പല പിള്ളേരും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി ഡേക്ക് വിളിച്ചാൽ ഇസ് ഇറ്റ് കൗണ്ടഡ് ആസ് അവേഴ്സ്? അത് നിങ്ങൾ ചോദിക്കണേൽ തെറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണം. കുറച്ച് ടൈം, എനിക്കറിയാം അത് ബുദ്ധിമുട്ടാണെന്ന്, കൊച്ചുങ്ങളെയൊക്കെ വെച്ച് വരണ അവരെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് നാട്ടിലെ പോലെ ഹെൽപ്പില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ഒരു കരിയർ പ്രോഗ്രസ്സിന് വേണ്ടി നമ്മൾ കുറച്ചൊരു ടൈമും മണി ഇൻവെസ്റ്റ് ചെയ്യണതിൽ തെറ്റില്ല. പിന്നെ നോളജ് എന്ന് പറയണത് നമുക്ക് ഈ കോഴ്സുകളുടെ നോളജ് മാത്രമല്ല, കുറച്ച് സമയം നമ്മൾ റീഡ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, എന്നോടൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. ഒരു ഹാഫ് ആൻ അവർ ഒരു ദിവസം നമ്മൾ വായിച്ചാലും നമുക്കതൊരു ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മളെ ചവിട്ടി തേക്കാൻ അധികം പേർക്ക് പറ്റില്ല. മനസ്സിലായി? നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞാൽ അതൊരു പവർ തന്നെയാണ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതുമാത്രമല്ല, പോളിസി പ്രൊസീജിയർ നമ്മളെ സംബന്ധിച്ച്, നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ക്ലിനിക്കലി വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. നമ്മൾ വർക്ക് ഹോം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ. അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മൾ പോളിസി പ്രൊസീജിയർ അറിയണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് പീപ്പിളിനെ എടുത്തു, അവർ പോളിസി പ്രൊസീജിയർ ലോ A to Z അവർക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരാനുണ്ടെന്ന് എൻ്റെ ഒരു ചെറിയൊരു ഒബ്സർവേഷനാണ്. ശരിയായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു നോളജ് സമ്പാദിക്കാൻ നോക്കണം. റീഡ് ചെയ്തിട്ടുള്ള നോളജ്, കോഴ്സിന് പോയിട്ടുള്ള നോളജ്, പോളിസി പ്രൊസീജിയർ കാര്യങ്ങൾ അറിയാനുള്ള നോളജ്, പിന്നെ ബാക്കി നമ്മുടെ ചുറ്റുപാടും എന്താ നടക്കണേ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കറിയാം ഇവിടെ വന്ന് 10-20 വർഷമായിട്ട് BBC ന്യൂസ് കേൾക്കാത്തവരും മെട്രോ ഒരു തവണ പോലും വായിക്കാത്തവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് താമസിക്കണത്. നമ്മൾ ഹോസ്പിറ്റലിലെ വീട് അങ്ങനെയായിട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മളത് കുറച്ചൊരു ടേക്ക് ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എനിത്തിങ് എൽസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ചെറിയൊരു ഡിഫറൻസ് നമുക്ക് വരേണ്ടത് കാണാം. നമ്മളറിയാതെ നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഐ വാണ്ട് ടു ഗിവ് ഇറ്റ് ടു യു ഓർ ടെൽ യു അക്രോസ് ഈസ് നോളജ് ഈസ് പവർ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാവ് എ ഗോൾ വിത്ത് ഗുഡ് പാഷൻ. ഞാനിത് പറയാൻ കാരണം, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ക്ലിയർ ഗോൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് മൈ ഡ്രീം ടു ബിക്കം എ യൂണിവേഴ്സിറ്റി ലെക്ചറർ. ഇറ്റ് വാസ് എ ഡ്രീം ഫോർ മീ ടു കോൺട്രിബ്യൂട്ട് ടു ദ നഴ്സിംഗ് ഫോർമേഷൻ.
അപ്പോൾ ആ ഡ്രീം വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ എൻ്റെ കരിയർ ചോയ്സസും എൻ്റെ കോഴ്സ് ചോയ്സസും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് പോയത്. അത് ഇന്ന് ഞാൻ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് കണ്ട ഒരു കാര്യമാണ്, അവർക്ക് പെട്ടെന്ന് ബാൻഡ് 6 ആവണം പുതിയത് വരുന്ന കുട്ടികൾക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ എത്രയോ കഴിവും നോളജും സ്കിൽസും എക്സ്പീരിയൻസും ഉള്ളവർ ഇപ്പോഴും ബാൻഡ് 5 ആണ്. അവർക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല, അതിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായില്ല, പലവിധ കാരണങ്ങളാൽ കൊണ്ട് അത് നടന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ ബാൻഡ് 6 ആവണം. എത്ര പിള്ളേർ എൻ്റെ അടുത്ത് വരണം, ഐ വോണ്ട് ടു ബിക്കം എ ബാൻഡ് 6. പിന്നെ കിട്ടി ഒരു വർഷം പോലും ആയിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എ ഗോൾ. പക്ഷേ ഈ പിള്ളേർ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കാണോടത്ത് മുഴുവൻ പോയി ബാൻഡ് 6 അപ്ലൈ ചെയ്യും. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നില്ല, എല്ലാവരുടെയും പോയി ബാൻഡ് 6 അപ്ലൈ ചെയ്യും. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ദേ ഡോണ്ട് ഹാവ് എ ഗോൾ. Their goal is to become a band 6, but I don't think that's a right goal. You would like to have a goal with a passion. വെറുതെ ഒരു പാഷനോട് കൂടിയ ഒരു ഗോൾ വേണം. വേറൊരു സ്റ്റാഫിനെ എനിക്കറിയാം, ബാൻഡ് 6 ആവണം, പോയി കണ്ട യൂണിറ്റിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് അവസാനം ഒരെണ്ണത്തിൽ കിട്ടി. Now she doesn't like it. She want to quit the job, but she want to become a band 7. She is not willing to take another band 6 role. But she has no what to do, where to go, what to get for. മനസ്സിലായി? അപ്പോൾ ഒരു പാഷൻ ഇല്ലാതെ വെറുതെ, എനിക്കറിയില്ല അതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്കതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് തോന്നി. നമുക്കൊരു ഗോൾ വിത്ത് പാഷൻ വേണം. പിന്നെ നമുക്കൊരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യണത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും മേട്രനാവാൻ പറ്റില്ല, എല്ലാവർക്കും നേഴ്സ് പ്രാക്ടീഷണർ ആവാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഒരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യണം. എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റണത്? എനിക്ക് ടീച്ച് ചെയ്യാൻ പറ്റുമോ, അതോ എനിക്ക് റിസർച്ചിലാണോ എൻ്റെ ടാലൻറ്റ് കിടക്കണേ? അപ്പം നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഗോള് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത് നമ്മുടെ പ്രയോറിറ്റീസ്. ഇത് പറയാൻ കാരണം, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഫാമിലി, മണി, ഹോളിഡേ. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഹെർ പ്രയോറിറ്റി. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. ബാൻഡ് 5 ആണ്, ഒരുപാട് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യും, ഇഷ്ടം പോലെ പൈസ, ഇഷ്ടം പോലെ ഹോളിഡേ. ഷീ ഈസ് സോ ഹാപ്പി, ഷീ ഡസൻറ്റ് കെയർ വാട്ട് അതേഴ്സ് ഡു, ഹൗ പീപ്പിൾ പ്രോഗ്രസ് ടു ബാൻഡ് 8, ബാൻഡ് 9, ബാൻഡ്, ഇറ്റ്സ് നൺ ഓഫ് ഹെർ ബിസിനസ്. She is getting good job satisfaction, and she is very clinically very skilled, and she gets that bedside reward satisfaction. She is thoroughly enjoying her job. അതുകൊണ്ട് ഈ ബെഡ്സൈഡ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിവാർഡിങ്, ഇറ്റ്സ് റിയലി ഗുഡ്, ഇറ്റ്സ് നോട്ട് ബാഡ്. So her priorities is money, main is money, and of course she's called into nursing. She thoroughly enjoys her work, so she doesn't care about getting band 6 or anything. So നമ്മൾ സ്വയം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക, സ്വയം ഒന്ന് സെൽഫ് അസസ് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് മൈ പ്രയോറിറ്റീസ്, വാട്ട് ഈസ് മൈ പാഷൻ? അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക, പിന്നെ അതിലേക്കായി വർക്ക് ചെയ്യുക. അത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഒബ്സർവേഷൻ, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം ഞാൻ വെച്ച് പറയാണ്. അപ്പോൾ അതാണ് എൻ്റെ സെക്കൻഡ് മെസ്സേജ് ടു യു ടുഡേ. ഹാവ് എ ഗോൾ വിത്ത് പാഷൻ. സോ ഫസ്റ്റ് മെസ്സേജ്, knowledge is power. Grab every single opportunity to gain knowledge. Do self-assessment, self-reflection, have a goal with passion. Third point എന്ന് പറയുന്നത് shout out. ഞാൻ ഷൗട്ട് ഔട്ട് എന്ന ഒരു ചെറിയ 2 വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളത് ഷൗട്ട് ഔട്ട് ചെയ്യാത്ത പോലെ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. നമ്മളത് ഷൗട്ട് ഔട്ട് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇത് ഉണ്ടായ ഒരു കാര്യമാണ്. എനിക്ക് ആ കറക്റ്റ് പേരും പൊസിഷനും ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ടൊരു ഫേക്ക് പൊസിഷൻ പറയാണ്. ഇമാജിൻ ഈസ് എ ചീഫ് നഴ്സ് അല്ല ഇത്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്കതങ്ങനെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ചീഫ് നഴ്സ് ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനെ വാഷ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് 2 weeks ദ ഹോൾ ഹോസ്പിറ്റൽ ഇറ്റ് വാസ് എ ടോക്ക്. അത് മറ്റുള്ളവരല്ല ടോക്ക് ചെയ്യണേ, പുള്ളിക്കാരി തന്നെയാണ് ടോക്ക് ചെയ്യണേ. എവിടെ പോയാലും വൈൽ ഐ വാസ് വാഷിംഗ് ദാറ്റ് പേഷ്യൻറ്റ്, അപ്പോൾ എല്ലാവരും യു വാഷ് ദ പേഷ്യൻറ്റ്, യെസ് വൈ നോട്ട്, ഐ എം എ നഴ്സ്, ഐ ഹെൽപ്പ് മൈ സ്റ്റാഫ്, ഐ സപ്പോർട്ട് മൈ സ്റ്റാഫ്, ഐ എം ദെയർ ഫോർ മൈ പേഷ്യൻസ്, ഐ എം ദെയർ ഫോർ മൈ സ്റ്റാഫ്. പക്ഷേ ആദ്യം അവസാനമായിട്ട് പേഷ്യൻറ്റിനെ വാഷ് ചെയ്തതായിരിക്കും.
അപ്പം ഞാൻ പറയണത് ചെയ്യാത്ത കാര്യങ്ങൾ ഷൗട്ട് ഔട്ട് ചെയ്യണമെന്നല്ല, ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണേലും ഷൗട്ട് ഔട്ട് ചെയ്യണേലും പിന്നാക്കാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കറിയില്ലായിരുന്നു നമുക്കിങ്ങനെ നമ്മുടെ കൊളീഗ്സിനെ വേണമെങ്കിൽ എന്താ പറയുക അവാർഡുകൾക്കൊക്കെ നോമിനേറ്റ് ചെയ്യാമെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞ, ഞാനപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ നമ്മുടെ തന്നെ ഒരു മലയാളീനെ ഞാൻ നോമിനേറ്റ് ചെയ്തു ഒരു ചെറിയൊരു ഇൻറ്റേർണൽ അവാർഡിന്. വളരെ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എനിക്കും ആ സ്റ്റാഫിനും. പിന്നെ ഞാൻ അറിയാതെ 2 സെയിം അവാർഡ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ അതിശയിച്ചു പോയി. നമ്മൾ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കും അപ്രീസിയേഷൻ കിട്ടും. നമ്മുടെ ഓൺ മനസ്സിലായി, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നന്നായി പെർഫോം ചെയ്യണവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും നമ്മളൊരു ഇത് കാണിക്കണം. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നഴ്സിംഗ് ടൈംസ് അവാർഡിന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഉണ്ടായത്. ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിസെപ്റ്റർഷിപ്പിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക് നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ആ നഴ്സിംഗ് ടൈംസിൻ്റെ അവാർഡിനെല്ലാം പോകാൻ പറ്റി. ഞങ്ങൾ വിൻ ചെയ്തില്ല, ഞങ്ങൾ വെറുതെ ഫൈനലിസ്റ്റ് മാത്രമായിരുന്നു, വിൻ ചെയ്തില്ല. പക്ഷെ ഞാൻ പറയണ അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവാനോ ഒക്കെ നമുക്ക് നന്നായിട്ട് പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇത്തിരി കുറവാണ്. ഇപ്പം ഈ വർഷം ഞങ്ങൾ 4 ഐറ്റമിലാണ് എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളത്. എഗെയിൻ 3 ഗ്രൂപ്പ് ഐറ്റംസ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഓട്ടോമാറ്റിക്കലി we are based part of we are not based in the education department but part of education department. So automatically അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചു. ഫൈനലിസ്റ്റ് ആണ്. ഇതിൻ്റെ റിസൾട്ട് ഡിസംബറിൽ അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളത് ഒരു ഇൻഡിവിജ്വൽ ഐറ്റമിനാണ്, ബെസ്റ്റ് ഓവർസീസ് നഴ്സ് ഓഫ് ദി ഇയർ. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ നോമിനേറ്റ് ചെയ്ത് ഞാൻ ഫൈനലിസ്റ്റ് ആണ് ഈ വർഷത്തെ നഴ്സിംഗ് ടൈംസ് അവാർഡിൻ്റെ. നെക്സ്റ്റ് കിട്ടോ കിട്ടില്ലേ അത് ഒരു പ്രശ്നമല്ല, കാരണം നമുക്കറിയാം ഇതൊന്നും ഒരു വലിയ ഒരു അവാർഡുകളല്ല. നമുക്ക് രാജ്ഞിയുടെ അവാർഡ് കിട്ടിയവരും നമ്മുടെ നാട്ടിൽ IAS എടുത്ത നഴ്സുമാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് നത്തിങ്. ബട്ട് for me it's big thing just because it gives me motivation, inspiration to work hard. It boosts my confidence and you feel like you achieved something, you know. So എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിലൊക്കെ ഒരുപാട് ഓൾറെഡി കുറച്ച് പേര് പാട്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ രാജ്ഞിയുടെ പുരസ്കാരമൊക്കെ കിട്ടിയവരുണ്ട്. പക്ഷെ നമുക്ക് കുറേയും കൂടി പാട്ടാവാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 3 മെസ്സേജുകൾ. നോളജ് ഈസ് പവർ, ഹാവ് എ ഗോൾ വിത്ത് പാഷൻ ആൻഡ് ഷൗട്ട് ഔട്ട്. Try to appreciate colleagues and you know and ourselves. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും, നമ്മളത് ഷൗട്ട് ഔട്ട് ചെയ്യണില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ എൻ്റെ കൊളീഗ്സൊക്കെ ചിലപ്പോൾ പറയും ക്യാൻ വി ഗോ ഫോർ എ ബ്രേക്ക്ഫാസ്റ്റ് നെക്സ്റ്റ് മൺഡേ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് അവിടെ നടക്കണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐഡിയ പറഞ്ഞു, ഓ ദിസ് ഈസ് എ ഗുഡ് ഐഡിയ. ഞാൻ ആ ഐഡിയ പറഞ്ഞു, അതങ്ങനെ പറഞ്ഞു അവിടെ ഇട്ടു. പക്ഷെ കേട്ടവരത് പോയി അത് അവരുടേതായി അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മളത് നമുക്ക് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണേലും ഷൗട്ട് ഔട്ട് ചെയ്യണേലും സെലിബ്രേറ്റ് ചെയ്യണേലും നമ്മൾ പിന്നാക്കം നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ എൻ്റെ കുറച്ച് അനുഭവത്തിൽ നിന്ന് ഇത്രയും 3 മെസ്സേജുകൾ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മിസ്സായത് ഞാൻ പറയാം. ഞാൻ എല്ലാ സ്റ്റാഫ്മാരോടും പറയും ടു ഹാവ് എ പോർട്ട്ഫോളിയോ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ പോർട്ട്ഫോളിയോ. ഇറ്റ് ക്യാൻ ബി ഐദർ എ പേപ്പർ പോർട്ട്ഫോളിയോ ഓർ ക്യാൻ ബി ആൻ പോർട്ട്ഫോളിയോ. അപ്പോൾ എന്താ നമ്മൾ പോർട്ട്ഫോളിയോയിൽ വെക്കേണ്ടത്? നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും, നമ്മുടെ റിഫ്ലക്റ്റീവ് നോട്ട്സ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് യു put it in there, but you can put all your certificates. And reflective nursing is something I really like. എല്ലാവരും ചിന്തിക്കണത് നമ്മൾ റിഫ്ലക്ഷൻ എഴുതണത് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴാണ്. ഓഫ് കോഴ്സ് നോട്ട്. റിഫ്ലക്റ്റീവ് നഴ്സിംഗ് ഇസ് എ റിയലി ഗുഡ് തിങ്. നിങ്ങൾക്ക് എന്തിനെ പറ്റി വേണമെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ജസ്റ്റ് ടു ഗിവ് യു എൻ എക്സാമ്പിൾ, മൈ ഫസ്റ്റ് ഡേ ആസ് എ nurse in the UK or my first day in the UK, it can be anything. You had a bad day, you had a good day, you got an appreciation from a patient. It does not need to be a long essay. It can be like a paragraph. You keep your reflections, you keep your certificates according to the date order. It will cherish your memories and it will help you to
prepare for interviews. And recently I normally support my staff or help them to prepare them for band 6 interview. അപ്പം ഞാനൊരു കൊച്ചിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, നിൻ്റെ അവൾ എൻ്റെ സമയത്ത് ആ സ്റ്റാഫ് എൻ്റെ സമയത്ത് ജോയിൻ ചെയ്തൊരു സ്റ്റാഫാണ്. അപ്പോൾ I knew that she had a portfolio. She regularly comes to me, get feedback from me. Pinanda, she takes career advice, things like that. So I knew her very well. So I said, if you have a portfolio, take it with you. They might not ask you to present your portfolio, but at the end of the presentation, just tell them, I have a portfolio. Do you want to have a look at it? അവൾ പ്രസൻറ്റ് ചെയ്തു. they were so pleased with her portfolio. അപ്പം അതൊരു ഹാബിറ്റ് ആക്കണം. പിന്നെ to have a motto. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ അല്ല, എൻ്റെ മോട്ടോ, ഞാൻ ആ ഒരു ഫ്രേസ് അല്ല, ഒരു വേർഡ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പ്രറ്റ് എന്നാണ്. പ്രറ്റ് മാനേജർ അല്ല, പ്രറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊവാക്റ്റീവ്. ബി പ്രൊവാക്റ്റീവ്, ആർ റിഫ്ലക്റ്റ്, ഇ എംപവർ ആൻഡ് ടി ടീം വർക്ക്. സോറി. അപ്പം ഞാൻ എപ്പോഴും ഒരു എവറി മന്ത് ഓർ once in every 2 months, every 3 months, I reflect on it. Am I adhering to my motto? What did I do proactively for the last 1 month? Is there anything that I did reflect that I learned in the last 1 month? Is there anything that I still need to be empowered? How was my team working? So ഇതാണ് എൻ്റെ മോട്ടോ. ഇത് ഞാൻ കോൺസ്റ്റൻ്റ്ലി ഞാൻ റിഫ്ലക്ട് ബാക്ക് ആണ്, അറ്റ്ലീസ്റ്റ് once in every 3 months, if possible once in a month. അപ്പം നമുക്കൊരു മോട്ടോ വേണം. അതിന് അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ക്രമപ്പെടുത്തണം. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ടു ഹാവ് എ മെൻറ്റർ. I think some of these things were covered already, so I'm not going to go into the details of it. നല്ലൊരു മെൻറ്റർ can help a lot, but you have to be very careful when you choose a mentor. So important, if anybody hasn't got a mentor yet, please choose a mentor. Everybody needs a mentor. Even a chief nurse, everybody has to have a mentor. It's good, and when you have a good mentor, you know how helpful it is. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയില്ലായിരുന്നു കുറച്ചൊക്കെ നമ്മൾ സോഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവർ നമ്മളെ പബ്ബയെ വിളിക്കുമ്പോൾ നമ്മുടെ വിചാരം ഇറ്റ്സ് നോട്ട് അവർ കൾച്ചർ, വി ഡോണ്ട് ഹാവ് ടൈം, നമ്മളെപ്പോഴും വർക്ക് ഹോം. പക്ഷെ കുറച്ചൊക്കെ ഇപ്പം നമ്മൾ പബ്ബിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് എടുത്തോളണം എന്നൊന്നുമില്ല. നമുക്കൊരു കോള കഴിച്ച് നമുക്ക് അവരുടെ കൂടെ കൂടാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി സോഷ്യലൈസ്. പിന്നെ നമ്മൾ വാർഡിൽ ചെല്ലുമ്പോൾ ഹാവ് എ സ്മൈലിംഗ് ഫേസ്, സേ ഗുഡ് മോർണിംഗ്, ടോക്ക് ടു ദ കൺസൾട്ടൻസ്, ഷോ ദാറ്റ് യു ഹാവ് ദ നോളജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യലൈസിങ് ആൻഡ് മേക്കിംഗ് യുവർ പ്രസൻസ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഐ എം ഷുവർ ലിങ്ക്നേഴ്സ് ആക്ടിവിറ്റീസ് ഇവിടെ മെൻഷൻ ചെയ്ത കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ പേര് വെറുതെ പേരിന് ലിങ്ക്നേഴ്സസാണ്. എന്താ അവർക്ക് ലിങ്ക്നേഴ്സായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. It's a kind of a topic actually, so I'm not going to go to the details, but as a link nurse, you go to the conferences, you go to the link nurse meetings, you come back and feedback that your staff, take initiative to do audits, have a folder as a link nurse. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ലിങ്ക് നേഴ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ still that will help you to progress. So that's another thing. Shadowing is another important thing. ഞാനിപ്പോൾ പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നേഴ്സായിട്ട് almost 4 years. No one ever has shadowed me. I'm talking about my Kerala friends, but so many other staff have shadowed me. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ചീഫ് നേഴ്സിനെ ഷാഡോ ചെയ്യണം ഒരു ദിവസം, യു ആർ അലൗഡ് ടു ഡു ദാറ്റ്. അപ്പോൾ നമ്മളൊരു ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ, ചീഫ് നേഴ്സ്, അല്ലെങ്കിൽ ഡിവിഷണൽ ഹെഡ്, അല്ലെങ്കിൽ ഒരു മേട്രൺ, or PDN, whoever you want to shadow, you're going to learn a lot of things within that one day. I tell you, believe me, you learn a lot of things. അപ്പോൾ നമുക്ക് ഷാഡോ ചെയ്യാം, അതിന് സമയം കണ്ടെത്തുക. പിന്നെ നെറ്റ്വർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കൊളീഗ്സും നമ്മൾ ജോലി ചെയ്ത് പോയവരുടെ സ്ഥലത്തും അവരൊക്കെയായിട്ട് നമ്മൾ എപ്പോഴും ഒരു നെറ്റ്വർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമുക്കൊരു ആവശ്യം വരുമ്പോഴല്ല നമ്മൾ ഒരാൾ അപ്രോച്ച് ചെയ്യേണ്ടത്. കീപ് ദാറ്റ് കോണ്ടാക്ട് ത്രൂ ഔട്ട് യുവർ ജേർണി. പിന്നെന്താ, നിങ്ങൾക്ക് MDT അറ്റൻഡ് ചെയ്യാനുള്ള സമയങ്ങളിലൊക്കെ അത് നിങ്ങളുടെ ജോബ് റോളിൻ്റെ പാർട്ടല്ലെങ്കിലും ബി പ്രൊവാക്റ്റീവ്, ടേക്ക് ദാറ്റ് ഇനീഷ്യേറ്റീവ് ടു അറ്റൻഡ് MDTs. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, കീപ് നോട്ട്സ് ഓഫ് യുവർ ഇൻ്റർവ്യൂസ്.
എന്ത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചത്, ഓരോ ഇൻ്റർവ്യൂവിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ നോട്ട്സ്, അതിന് മാത്രമായിട്ട് നിങ്ങളൊരു ബുക്ക് കീപ്പ് ചെയ്യണം. പിന്നെ make sure you always get a feedback from your manager. It's good to have that feedback from your manager on a regular basis as well as from your mentor. So it's good to have a separate mentor, but you can have your manager as your mentor. So mentor manager feedback important ആണ്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് എനിക്കൊരു ഇംഗ്ലീഷ് ഉണ്ടായിട്ടല്ല ഞാനിവിടെ എത്തിയ എന്ന് വെച്ച് ഞാനത് ആർക്കും അത് അഡ്വൈസ് ചെയ്യില്ല. It has got a major role. If I had my English, I think I would have been somewhere else. അപ്പോൾ ഇംഗ്ലീഷിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, നട്ടപ്പോഴും ഒരു കൊട്ട പറിച്ചപ്പോഴും ഒരു കൊട്ടയായിട്ടാണ് ഞാൻ നിൽക്കണേ. ഒരുവിധം ഇംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ, സ്റ്റിൽ അതിലാണ് നിൽക്കണേ. പക്ഷെ നിങ്ങളൊരു യൂറോപ്യൻ യൂണിയനിലെ ഒരു ഇറ്റലിയിലത്തെ ഒരു നഴ്സിനെ എടുത്ത് നോക്കി നോക്കിയാൽ ഒരു ABCD പറയാൻ അറിയാണ്ടാവും വരിക. വിതിൻ 6 months they learn a lot. നമുക്ക് കുറച്ചറിയാം, നമ്മൾ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഡെവലപ്പ് ആവണില്ല, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ നമ്മൾ അത് കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓഫ് കോഴ്സ് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതില്ലെങ്കിലും നമുക്ക് എത്താം. പക്ഷേ അതിനൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലായി. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫോർമൽ വിസിറ്റ്സ് ഈസ് ഓൾവേസ് ഗുഡ്. മറ്റു ഹോസ്പിറ്റലുകളോ മറ്റ് യൂണിറ്റുകളോ നമ്മൾക്ക് ഫ്യൂച്ചറിൽ എന്താവാൻ ആഗ്രഹിക്കണ ആ സ്ഥലങ്ങളിൽ പോയി ഒരു വോളണ്ടറി ചെയ്യേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറേ വോളണ്ടറി വർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. അപ്പം നമുക്ക് അതുകൊണ്ട് എന്താ ലാഭം, നമ്മുടെ ദിവസം പോയി നമുക്ക് പൈസയൊന്നും കിട്ടിയില്ല. പക്ഷേ യെസ്, ഐ എം ഇൻവെസ്റ്റിംഗ് സംതിങ് ഫോർ മൈ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്താ പറയുക, എപ്പോഴും എൻ്റെ മെൻറ്റർ എപ്പോഴും പറയണത്, നമ്മൾ വൺസ് ഇൻ എവറി 6 months ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നിങ്ങളും അങ്ങനൊരു വല്ലപ്പോഴൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സാണ് API, അസസ്മെൻറ്റ് പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ. അത് നമ്മുടെ ഓൺ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയി. അപ്പം ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ നിർത്താണ്. ഫസ്റ്റ് ഹാഫ് ആൻ അവർ. ഐ ഹോപ്പ് യു ഗോട്ട് മൈ 3 messages. നോളജ് ഈസ് പവർ. ഹാവ് എ ഗോൾ വിത്ത് പാഷൻ. ഷൗട്ട് ഔട്ട്. ഓക്കെ, സോ ഐ എം കൺക്ലൂഡിങ് മൈ ഫസ്റ്റ് സെഷൻ ഹിയർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് സെഷൻ. സെക്കൻഡ് സെഷനാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെഷൻ എന്ന് പറയുന്നത്, റീവാലിഡേഷൻ. അപ്പം എനിക്ക് തോന്നണേ റീവാലിഡേഷൻ്റെ ഒരു ചെറിയ ഐഡിയ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഞാൻ NMCയുടെ തന്നെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതാണ് ഞാനിപ്പോൾ ഈ നമ്മുടെ ഹാഫ് ആൻ അവറിന് വേണ്ടി ഉപയോഗിക്കാൻ പോകണം. അപ്പോൾ എന്താ റീവാലിഡേഷൻ? നമ്മളിപ്പോൾ വൺസ് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ NMC രജിസ്റ്ററിൽ കയറും. നമുക്കറിയാം എവറി ഇയർ വി ഹാവ് ടു റിന്യൂ ദാറ്റ്. എവറി 3 year വി ഹാവ് ടു ഡു ദ റീവാലിഡേഷൻ. എന്താണ് റീവാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കണേ എന്ന് ചോദിച്ചാൽ, we are confirming that we are living by the code's standard of practice and behavior. നമ്മൾ ഒരു എന്താ പറയുക, ഒരു സത്യവാങ്മൂലം കൊടുക്കുകയാണ്. നമ്മൾ കോഡ് ഓഫ് കോണ്ടക്ട്, കോഡ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് ആൻഡ് ബിഹേവിയർ അനുസരിച്ചാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് നമ്മൾ ഒരു ഓത്ത് എടുക്കുന്നതാണ് ഈ റീവാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതിന് കുറേ റിക്വയർമെൻറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാനുണ്ട്. അത് എന്താ പറയുക, ഇറ്റ് പ്രൊമോട്ട്സ് ഗുഡ് പ്രാക്ടീസ്. അപ്പോൾ എന്താണ് റീവാലിഡേഷൻ എന്ന് ചോദിച്ചാൽ, ഇതാണ് റീവാലിഡേഷൻ. എവറി 3 years വി ആർ കൺഫേമിങ് ദാറ്റ് വി ആർ അപ് ടു ഡേറ്റ്. ഓക്കെ, പിന്നെ എന്താണ് അതിൻ്റെ എയിംസ്? NMC റീവാലിഡേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിന് കുറച്ച് എയിംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സ്ട്രെങ്തൻ പബ്ലിക് കോൺഫിഡൻസ്, പബ്ലിക് പ്രൊട്ടക്ഷൻ. അതാണ് മെയിൻ വൺ ഓഫ് ദ മെയിൻ എയിംസ്. പിന്നെ അതർ എയിംസ് എന്ന് പറയുന്നത് റേസ് അവയർനെസ് ഓഫ് ദ കോഡ്. കാരണം നമ്മൾ വൺസ് കോഡ് വായിച്ചു, കോഡ് അനുസരിച്ചാണ് നമ്മൾ എല്ലാം ഫോളോ ചെയ്യുന്നത്. വി ആർ ലിവിങ് ബൈ ദ കോഡ്, ദ കോഡ് ഈസ് അവർ ലിവിങ് ഗൈഡ് ആക്ച്വലി. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ വേറൊരു എയിം എന്ന് പറഞ്ഞാൽ, ഇറ്റ് എൻകറേജസ് എ കൾച്ചർ ഓഫ് ഷെയറിങ്, റിഫ്ലക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. നമുക്ക് നമ്മുടെ പ്രാക്ടീസ് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും, ഒന്ന് ഷെയർ ചെയ്യാനും, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും
ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ റിവാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് റീവാലിഡേഷൻ്റെ എയിമായിട്ട് NMC പറയണത്. എന്താ പറയുക, ഞാനൊന്നും കൂടി പറയാം. റേസ് അവയർനെസ് ഓഫ് ദ കോഡ്, സ്ട്രെങ്തൻ പബ്ലിക് കോൺഫിഡൻസ്, എൻകറേജ് എ കൾച്ചർ ഓഫ് ഷെയറിംഗ്, റിഫ്ലക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. പിന്നെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ റീവാലിഡേഷൻ സഹായിക്കും. അപ്പം അതാണ് അതിൻ്റെ എയിംസ്. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നാല് തരം ബെനിഫിറ്റ്സ് ആണ് അതുകൊണ്ടുള്ള, അല്ലെങ്കിൽ 4 തരം ആൾക്കാർക്കാണ് അത് ബെനിഫിറ്റ് ആവുന്നത്. ഒന്ന്, ആസ് പ്രൊഫഷണൽസ്, ആസ് നഴ്സസ് ഓർ മിഡ്വൈഫ്സ് ഓർ നഴ്സിംഗ് അസോസിയേറ്റ്സ്. പിന്നെ പബ്ലിക്കിന് ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, NMCക്ക് ബെനിഫിറ്റ് ഉണ്ട്, എംപ്ലോയേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെയാണ് 4 തരം ബെനിഫിറ്റ്സ് ഉള്ളത്. അപ്പോൾ പബ്ലിക്കിന് എന്താ ബെനിഫിറ്റ്സ് ഉണ്ടാവണേ? പബ്ലിക് കോൺഫിഡൻസ്. They are reassured that the nurses or midwives or nursing associates are up to date with their knowledge and skills and experience. അതാണ് ആ ഒരു പബ്ലിക് റിയഷുറൻസ്, പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പബ്ലിക് അത് ബെനിഫിറ്റ് ചെയ്യണത്. എംപ്ലോയേഴ്സ് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യണേ? അവർക്കതൊരു വേ ഓഫ് എൻകറേജിങ് മോർ കൺസിസ്റ്റൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ അപ്രൈസൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതാണ് അവരുടെ ഒരു ബെനിഫിറ്റ്. വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ they get confident about their staff. They are up to date. Their staff is up to date. They practice safely and effectively. അപ്പോൾ അതാണ് വേറൊരു ബെനിഫിറ്റ് എംപ്ലോയേഴ്സിന് ഉണ്ടാവുന്നത്. പിന്നെ അഗെയിൻ ഹെൽപ്പ് ക്ലാരിഫൈ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഇൻ CPD. സോ അങ്ങനെയാണ് എംപ്ലോയേഴ്സിന് ബെനിഫിറ്റ് ആവുന്നത്. ഇനി ആസ് നഴ്സസ്, ആസ് മിഡ്വൈഫ്സ്, ആസ് നഴ്സിംഗ് അസോസിയേറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് ഓൾറെഡി പറഞ്ഞു. It gives us an opportunity to share, reflect and develop, also to stay up to date. അതാണ് മെയിനായിട്ട്. പിന്നെ again code and standards that they are expected of us. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്. പിന്നെ NMCക്ക് എന്താ ബെനിഫിറ്റ്? ഹെൽപ്പ് ടു സ്ട്രെങ്തൻ ദെയർ റെഗുലേഷൻ ഓഫ് നഴ്സസ്. അപ്പം NMC ആണ് നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്നത്. നഴ്സസിനെയും മിഡ്വൈഫ്സിനെയും നഴ്സിംഗ് അസോസിയേറ്റ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് NMC ആണ്. അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റീവാലിഡേഷൻ. അഗെയിൻ അവർ മേക്ക് ഷുവർ they are helping us to make us aware of the code, standards of practice, provide more insight. Again നമുക്ക് ഈ റിവാലുവേഷൻ കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു മോർ ഇൻസൈറ്റ് കിട്ടും. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസ്കഷനും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മോർ ഇൻസൈറ്റ് ഇൻ ടു നഴ്സിംഗ്. അപ്പോൾ ഇതാണ് 4 ഏരിയാസ് ഓഫ് ബെനിഫിറ്റ്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. മേ ബി യു ക്യാൻ കീപ്പ് ഇറ്റ് ടിൽ ടുവേഴ്സ് ദ എൻഡ്. ഐ എം സോറി ടു സേ ദാറ്റ് ഐ എം നോട്ട് വാച്ചിങ് ദാറ്റ്, ഐ എം നോട്ട് റീഡിങ് ദി മെസ്സേജസ്, but I will be doing it at the end. But some of the questions you might get answered throughout the presentation, so you might keep it towards the end. Okay, so നമ്മൾ ബെനിഫിറ്റ്സ് കണ്ടു കഴിഞ്ഞു. ഇനി എപ്പോഴാണ് നമ്മൾ റീവാലിഡേറ്റ് ചെയ്യേണ്ടത്? അപ്പം എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനൊരു പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ വേണോ? എപ്പോഴാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? അതിൻ്റെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ എന്ന് പറഞ്ഞാൽ you don't need to have a separate preparation for that. It's an ongoing process. എപ്പോഴാണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട, കാരണം നമ്മളത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ മാസം ഞാൻ റീവാലിഡേറ്റ് ചെയ്തു എന്ന് ഓർത്തോ, അപ്പം നെക്സ്റ്റ് മന്ത് തുടങ്ങി ഞാൻ നെക്സ്റ്റ് റീവാലിഡേഷന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സമയം വരുമ്പോൾ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊരു ഓൺഗോയിങ് പ്രിപ്പറേഷനാണ്. എന്നാൽ പോലും NMC അതിനൊരു ക്ലിയർ ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മാസമാണ് നമ്മുടെ NMC എക്സ്പയർ ആവണേന്ന് ഓർത്തോ, അല്ലെങ്കിൽ റിന്യൂവൽ ഡേറ്റ് എന്ന് ഓർത്തോ. ഒക്ടോബർ 31 ആണെങ്കിൽ ഒക്ടോബർ 1 ആണ് എൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ്. അപ്പോൾ ഞാൻ ഒക്ടോബർ 1 ഞാൻ ഇത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ 31 ഇറ്റ് ഗെറ്റ്സ് റിന്യൂഡ്. പക്ഷേ ഈ അപ്ലിക്കേഷൻ നമുക്ക് ദ ഏർലിയസ്റ്റ് യു ക്യാൻ സബ്മിറ്റ് ഈസ് 60 days prior to. 60 days അതിനും മുൻപായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അതിനുള്ള എന്താ പറയുക, ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വർഷം മുമ്പ് തുടങ്ങി ചെയ്യാം.
അപ്പോൾ അവർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ റിവാലിഡേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ NMCയിൽ ജോയിൻ ആയി കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ റിഫ്ലക്ഷനും കാര്യങ്ങളും വേണമെങ്കിൽ ചെയ്തു വയ്ക്കാം. 1 വർഷം ഉള്ളപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്കോ ലാസ്റ്റ് മന്തിലേക്കോ ലാസ്റ്റ് 60 ഡേയ്സിലേക്കോ കാത്തു നിൽക്കണ്ട. അങ്ങനെ 1 വർഷത്തിന് മുമ്പ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫസ്റ്റ് ഡേ ഓഫ് ദാറ്റ് മന്ത് എങ്കിലും നമ്മൾ ചെയ്തിരിക്കുക. അല്ല 1 വർഷം മുമ്പ് ചെയ്തില്ല, 60 ഡേയ്സ് മുമ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 60 ഡേയ്സ് മുമ്പ് നമുക്ക് എനിവേ ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുള്ളൂ. ഡിസ്കഷൻ മാത്രമാണ് നമുക്ക് അപ് ടു 1 ഇയർ ബിഫോർ ചെയ്യാൻ പറ്റണത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൺലി 60 ഡേയ്സ് ബിഫോർ. അതൊന്നും ചെയ്യാത്തവർ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഡേ ഓഫ് ദി മന്ത് ദ റിന്യൂവൽ ഈസ് ഡ്യൂ, വി നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ റിവാലിഡേഷൻ അപ്ലിക്കേഷൻ ഡേറ്റ് ഈസ് ദി ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. You must submit your revalidation application by your revalidation application date, which is the first. Renewal date is the last day, and you will be able to submit, as I mentioned, 60 days before your revalidation. Then of course we need to pay the fees. Revalidation journey എന്ന് പറഞ്ഞ് NMC പറയുന്നുണ്ട്. റിവാലിഡേഷൻ ജേർണി എന്ന് പറയുമ്പോൾ ഓവർ 3 years ആണ് ആ ജേർണി. ഞാൻ പറഞ്ഞല്ലോ, ഒരു റിവാലിഡേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് NMC രജിസ്റ്ററിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജേർണി ആരംഭിക്കുകയാണ്. ഓവർ 3 years നമ്മളതിൻ്റെ അത് കുറച്ച് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അതിലേക്ക് നമുക്കിപ്പോൾ വരാം ഒരു വിതിൻ ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള പീരീഡാണ് ആ 3 years. അപ്പോൾ നമ്മളെല്ലാ എവിഡൻസ് കളക്ട് ചെയ്യുക, അവേഴ്സ് മീറ്റ് ചെയ്യുക, അതെല്ലാം ഓവർ ദ 3 years. പിന്നെ 2 വർഷം കഴിയുമ്പോൾ 12 months ഉള്ളപ്പോൾ നമ്മൾ ആ ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. 60 days ബിഫോർ നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് വയ്ക്കാം, ഡേറ്റാണ്. പിന്നെ നമ്മളത് എന്താ പറയുക, അത് റിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു, ഇത് കുറേ തവണ പറഞ്ഞു, കോഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് ആൻഡ് ബിഹേവിയർ അത് ഫോളോ ചെയ്യേണ്ടുന്ന അതാണ്. പക്ഷെ എന്താ കോഡ്? എനിക്ക് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും കോഡ് അറിയാം, അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന്. കോഡ് ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പോൾ നേരമില്ല, നമ്മുടെ സമയം ഓൾമോസ്റ്റ് ആവുകയാണ്. അപ്പം അതുകൊണ്ട് കോഡിലേക്ക് ഞാൻ പോണില്ല. പക്ഷേ കോഡ് എന്ന് പറയണത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ നഴ്സസ്, മിഡ്വൈഫ്സ് ആൻഡ് നഴ്സിംഗ് അസോസിയേറ്റ്സ്. അത് ഒരു 4 themes ആണ് കോഡിനുള്ളത്. 4 themesൻ്റെയും കോറ്, ഹാർട്ട് എന്ന് പറയണത് പബ്ലിക് പ്രൊട്ടക്ഷനാണ്. ഈ കോഡിൻ്റെ 4 themes ആണ് പ്രയോറിറ്റൈസ് പീപ്പിൾ, പ്രാക്ടീസ് ഇഫക്റ്റീവ്ലി, പ്രിസർവ് സേഫ്റ്റി, പ്രൊമോട്ട് പ്രൊഫഷണലിസം ആൻഡ് ട്രസ്റ്റ്. അങ്ങനെ 4 തീമാണ് നമ്മുടെ കോഡിലുള്ളത്. അതിൻ്റെ കോർ എന്ന് പറയുന്നത് പബ്ലിക് പ്രൊട്ടക്ഷൻ. അപ്പം ഇത്രയാണ് NMC റീവാലിഡേഷനെ പറ്റി എന്താ പറയുക, ഇൻട്രഡക്ഷനായിട്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ടത് ഓവർ ദ 3 years ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 450 hours ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറയുകയാണെങ്കിൽ 12.5 hours പെർ മന്ത്. ഒരു മാസം നമുക്ക് ചെയ്യേണ്ടത് 12.5 ഉള്ളൂ. അപ്പോൾ ഒരു മാസം 12.5 hours ചെയ്താൽ പോലും നമുക്ക് ഈ 450 hours ആവും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ആണെങ്കിലും ഏജൻസി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഈസി ടു ഗെറ്റ് ദാറ്റ് 450 hours. പിന്നെ സിക്കുള്ളവർ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് വേറെ ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 450 hours. You have to meet minimum total practice hours of 450 hours, which is equal to 12.5 hours a month. Second requirement എന്ന് പറയുന്നത് 35 hours of CPD. അതിൽ 20 hours പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആയിരിക്കണം. ഞാൻ എന്താ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്ന് ക്യുക്കായിട്ട് പറയാം. പക്ഷെ ഞാനിപ്പോൾ ഈ അടുത്ത് വെരി റീസെൻ്റ്ലി ഞാനൊരു ബാൻഡ് 7 റീവാലിഡേഷൻ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ CPD അവേഴ്സൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ CPD അവേഴ്സ് എന്ന് പറയുമ്പോൾ ആ CPD അവേഴ്സിനെ പറ്റി നമ്മൾ 35 hours CPD അവേഴ്സ് കാണിക്കണം. 35 hours CPD ആക്ടിവിറ്റി, അതിൽ 20 hours പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പൈൻഡ് ആയിട്ട് ചെയ്യണം എന്തെങ്കിലും കാര്യങ്ങൾ, സെൽഫ് സ്റ്റഡി അല്ലാത്തത്. 15 hours സെൽഫ് മതി, 20 hours മസ്റ്റായിട്ടും കമ്പൈൻഡ് വേണം. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനെ കോൺഫറൻസിൽ പങ്കെടുത്തത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിനെ പറ്റിയായിരിക്കണം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നേഴ്സ് എന്താ ചെയ്തിരിക്കണേ,
CPD അവേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ വേറെ കാര്യങ്ങളാണ് CPDയിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും എല്ലാം റിഫ്ലക്റ്റ് ചെയ്തിരിക്കണേ. അപ്പം നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്താ, CPD അവേഴ്സിന് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, മേ ബി ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ, പ്രോബബ്ലി മാൻഡേറ്ററി ട്രെയിനിങ്. അപ്പോൾ അതാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് എന്ത് പഠിച്ചു, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ CPD അവേഴ്സും റിഫ്ലക്റ്റീവ് നോട്ട്സും ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് റിക്വയർമെൻറ്റ്. ഞാൻ പറഞ്ഞു പാർട്ടിസിപ്പേറ്ററി CPD എന്ന് പറഞ്ഞാൽ അതിൽ സ്ട്രക്ചേർഡ് ലേണിംഗ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, മാൻഡേറ്ററി ട്രെയിനിങ് ഉണ്ട്, വർക്ക്ഷോപ്പ്, കോൺഫറൻസ്, മെൻറ്ററിങ്, കോച്ചിങ്, റീഡിങ്, റിവ്യൂയിങ്, പബ്ലിക്കേഷൻ, ഇതെല്ലാം CPD അവേഴ്സിൽ വരും. പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്ന് പറഞ്ഞാൽ എനി ആക്ടിവിറ്റി where you personally interact with other people. അത് കുറച്ച് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 35 hours ഔട്ട് ഓഫ് 35, 20 പാർട്ടിസിപ്പേറ്ററി. പിന്നെ നമുക്ക് വേണ്ടത് 5 പ്രാക്ടീസ് റിലേറ്റഡ് ഫീഡ്ബാക്ക്. നമുക്ക് 5 ഫീഡ്ബാക്ക് വേണം. ഇറ്റ് ക്യാൻ ബി ഫോർമൽ, ഇൻഫോർമൽ, വെർബൽ, റിട്ടൺ, പോസിറ്റീവ്, കൺസ്ട്രക്റ്റീവ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അത് it does not need to be linked with the CPD hours. That's separate. But you have to have 5 പോസിറ്റീവ് ഓർ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അതാണ് നെക്സ്റ്റ് റിക്വയർമെൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വി നീഡ് ടു ഹാവ് 5 റിഫ്ലക്റ്റീവ് റിട്ടൺ അക്കൗണ്ട്സ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം ഈ റിഫ്ലക്റ്റീവ് അക്കൗണ്ട്സ് സെയിം നമ്മൾ CPDയിൽ കൊടുത്ത എന്തെല്ലാം ട്രെയിനിങ്ങാണ് അറ്റൻഡ് ചെയ്തേ, കേരള നേഴ്സസിൻ്റെ ഇയർലി മീറ്റ് അറ്റൻഡ് ചെയ്തു, അതിൽ നിന്ന് എന്ത് പഠിച്ചു, അതെങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് പിന്നത്തെ നമ്മൾ 5 റിഫ്ലക്റ്റീവ് അക്കൗണ്ട്സ് വേണം. പിന്നെ NMC സൈറ്റിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ മോഡൽസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. റിവാലിഡേഷൻ ഡിസ്കഷൻ, അതിൽ 2 സെക്ഷനായിട്ടാണ്. നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യണം, പിന്നെ ഒരു കൺഫർമേഷൻ ചെയ്യണം. അപ്പോൾ ഈ കൺഫേം ചെയ്യണത് ഒരു NMC രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഈ കൺഫേം ചെയ്യണ ആൾ, നമ്മൾ റീവാലിഡേറ്റ് ചെയ്ത് കൺഫേം ചെയ്യണ ആൾ NMC രജിസ്ട്രേഷനുള്ള ഒരു ആൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്കഷൻ ചെയ്യുന്ന ആൾ NMC ഉള്ള ആളായിരിക്കണം. അപ്പോൾ ഡിസ്കഷൻ ചെയ്യുന്നത് എപ്പോഴും NMC ഉള്ള ആളായിരിക്കണം. പക്ഷേ കൺഫേം ചെയ്യണ ആൾ NMC ഉള്ള ആളായിരിക്കണം എന്നില്ല. പക്ഷേ ക്യാൻ ബി ദ സെയിം പേഴ്സൺ. നമുക്ക് ഡിസ്കഷൻ ചെയ്യണതും കൺഫേം ചെയ്യണതും ക്യാൻ ബി ദ സെയിം പേഴ്സൺ. അപ്പോൾ റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ അവർ NMC അഡ്വൈസ് ചെയ്യണത് ഫേസ് ടു ഫേസ് ആണ് വേർ പോസിബിൾ. ഇല്ലാത്ത പക്ഷം നമുക്ക് റിമോട്ട്ലി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആസ് പാർട്ട് ഓഫ് അപ്രൈസൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ. പിന്നെ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യണം. അത് മെയിൻലി നമ്മളാണ് ഡിക്ലെയർ ചെയ്യണത്, ആ പേഴ്സൺ തന്നെ. അപ്പോൾ യു മസ്റ്റ് പ്രൊവൈഡ് എ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ ഡിക്ലറേഷൻ. ഈ റിവാലിഡേഷൻ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ടു പ്രാക്ടീസ് അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ലോങ് ടേം സിക്ക് ആണെന്ന് ഓർത്തോ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ഉണ്ടോ, ദിസ് ഈസ് നൺ ഓഫ് കൺഫേമേഴ്സ് ബിസിനസ്. കൺഫേം ചെയ്യണ ആൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇത് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. പക്ഷേ നമുക്ക് സ്റ്റിൽ റീവാലിഡേറ്റ് ചെയ്യാം, നമുക്ക് സ്റ്റിൽ കൺഫേം ചെയ്യാം, as long as they meet the requirements, which are 450 hours, 35 hours of CPD, 5 feedbacks, 5 reflective discussions, reflective notes. ഇതെല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ of course that person is eligible for revalidation. പിന്നെ മറ്റത് is a different case, whatever it may be, സിക്നെസ്സോ അല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളട്ടെ, അതൊരു വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് രണ്ടും ലിങ്ക് ആവണില്ല. അപ്പം നമുക്ക് സ്റ്റിൽ ക്യാൻ റിവാലിഡേറ്റ്. പിന്നെ ലോങ് ടേം സിക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ 1 വർഷം സിക്കാണെങ്കിലും അവർ സ്റ്റിൽ ദേ മീറ്റ് 450 hours. ബാക്കിയെല്ലാം മീറ്റ് ആവണമെങ്കിൽ അവർക്ക് റിവാലിഡേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് NMC പിൻ നമ്പർ പുതുക്കാൻ പറ്റും. പിന്നെ സിക്കിൽ ഉള്ളവർക്ക് NMC ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ ദർ ഇസ് എ കോമൺ ക്രൈറ്റീരിയ. You can ask for an extension up to 6 weeks. Because of corona now they have increased to 12 weeks. പിന്നെ പ്രൊവിഷൻ ഉണ്ട് NMCയിൽ, നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് കേസ് ദർ ഈസ് പ്രൊവിഷൻ. പിന്നെ നമുക്കൊരു പ്രൊഫഷണൽ ഇൻഡെംനിറ്റി കവർ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ NHSലാണെങ്കിൽ ആ ഒരു കവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ RCNO യൂണിസനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കവർ ഉണ്ടായിരിക്കും.
ഇതൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഏജൻസി മാത്രമാണ്, RCNലും യൂണിസണിലും ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു ഇൻഡെംനിറ്റി കവർ ഉണ്ടായിരിക്കണം. പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് we have a membership in any one of those unions. It's very important. I'm sure it must have covered in previous sessions. അപ്പോൾ അതാണ് വേറൊരു കാര്യമുള്ളത്, കൺഫർമേഷൻ. പിന്നെ ആർക്കാ ഞാൻ പറഞ്ഞല്ലോ, ആർക്കാ കൺഫേമറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക? ഐഡിയലി യുവർ മാനേജർ, ബട്ട് എനിബഡി ക്യാൻ ആക്ട് ആസ് എ കൺഫേമർ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നഴ്സിംഗ് അസോസിയേറ്റിനെ ഒരു നഴ്സിനെ കൺഫേം ചെയ്യാം. അതായത് NMC രജിസ്റ്ററിലുള്ള ആർക്കും നഴ്സിനോ നഴ്സിംഗ് അസോസിയേറ്റിനോ മിഡ്വൈഫിനോ പരസ്പരം ചെയ്യാം. പക്ഷെ അവർ അഡ്വൈസ് ചെയ്യണത് അവരുടെ മാനേജറാണ്, അല്ല നമ്മുടെ മാനേജറാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാനേജർ NMCയിൽ ഉള്ള ആളല്ലെങ്കിൽ NMC ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കൺഫേമർ ഡസ് നോട്ട് നീഡ് ടു ബി എൻ NMC രജിസ്റ്റേർഡ് നഴ്സ്. അപ്പോൾ ഡിസ്കഷൻ മാത്രം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളായിട്ട് ചെയ്താൽ മതി. പിന്നെന്താ, നമ്മൾ ചൂസ് ചെയ്യണ പോലെ ഇരിക്കും ആരാന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി എനിബഡി. പക്ഷേ നമ്മൾ NMCക്ക് ഒരു ട്രിഗർ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവർക്കൊരു സംശയം കൊടുക്കാൻ നമുക്ക് അപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരിക്കലും അതൊരു പാടില്ലാത്ത കാര്യമല്ല, എന്നാൽ പോലും നമ്മളെപ്പോഴും നമ്മുടെ മാനേജറോ അല്ലെങ്കിൽ ഒരു സീനിയർ പേഴ്സൺ ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. ബട്ട് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. പിന്നെന്താ, പിന്നെ ചിലർക്ക് ഡ്യുവൽ ഇതുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് മീറ്റ് ചെയ്യണം ഈ അവേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ നേഴ്സുമാണ് മിഡ്വൈഫും ആണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് 450 സെപ്പറേറ്റ് മീറ്റ് ചെയ്യണം. പക്ഷേ അവരത് രണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടിൻ്റെയും ആ രജിസ്ട്രേഷൻ കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ദുബായിൽ വർക്ക് ചെയ്യാമെന്ന് ഓർത്തോ, അപ്പോൾ എങ്ങനെ റിവാലിഡേഷൻ ചെയ്യാം? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അവിടുത്തെ മാനേജർക്ക് കൺഫേമർ ആവാം. പക്ഷേ ആ മാനേജർക്ക് ചിലപ്പോൾ NMC രജിസ്ട്രേഷൻ ഉള്ള ആളായിരിക്കണം എന്നില്ല. അപ്പോൾ കൂടെ ആരെങ്കിലും NMC രജിസ്ട്രേഷൻ ഉള്ള ആൾക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇനി ഓർത്തോ, ഇപ്പം ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യണേ, എൻ്റെ മാനേജർ NMCയിൽ, എൻ്റെ കൂടെ ആരും NMC രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളെന്ന് ഓർത്തോ. അപ്പോൾ അവർക്ക് റിമോട്ട്ലി ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് അവരെ അറിയാവുന്നവർ, അവരുടെ പ്രാക്ടീസിനെ പറ്റി അറിയാവുന്നവർ ആ ഡിസ്കഷൻ ചെയ്ത് പ്രൂവ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്റ്റിൽ റിവാലിഡേറ്റ്, ദേ ക്യാൻ സ്റ്റിൽ റിന്യൂ ദെയർ NMC മെമ്പർഷിപ്പ്. അപ്പോൾ അതൊരു ഇതാണ്, അത് ഞാൻ കൺഫേം ചെയ്തു. ഇപ്പം അങ്ങനെയുള്ളൊരു കാര്യം, അപ്പോൾ അവരത് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്, ഇപ്പോൾ ഒരു നഴ്സിംഗ് അസോസിയേറ്റിന് RGNന് അല്ലെങ്കിൽ ഒരു നഴ്സിനെ പറ്റുമോ റിവാലിഡേഷന് കൺഫേം ചെയ്യാൻ പറ്റുമോ? NMC says yes. അപ്പോൾ കൺഫേമർ മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദി പേഴ്സൺസ് പ്രാക്ടീസ്. അപ്പോൾ ആസ് ലോങ് ആസ് ദേ ആർ ഇൻ ദി NMC രജിസ്റ്റർ ദേ ക്യാൻ ഡു ദ വാട്ട് യു കോൾ ദ ഡിസ്കഷൻ. കൺഫേമർ ആവാൻ ആർക്കും പറ്റും. അതാണ് NMC പറയണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അകലെ ജോലി ചെയ്യണവരുടെ കാര്യം അവർക്ക് സ്റ്റിൽ റിവാലിഡേഷൻ ചെയ്യാം. പിന്നെ ലോങ് ടേം സിക്കുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് 6 വീക്ക് എക്സ്റ്റൻഷൻ കിട്ടും, അപ് ടു 12 വീക്സ് ബിക്കോസ് ഓഫ് കൊറോണ. ദെൻ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസ് NMC ഇസ് ദർ ഫോർ ഓൾ ദ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. പിന്നെ ഇപ്പോൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അണ്ടർഗോയിങ് ആണെങ്കിൽ ദേ ക്യാൻ സ്റ്റിൽ റിവാലിഡേറ്റ് ആസ് ലോങ് ആസ് ദേ മീറ്റ് ദ റിക്വയർമെൻറ്റ്സ്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് കംപ്ലീറ്റ്ലി എ സെപ്പറേറ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുകയാണ് എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് റിന്യൂ ചെയ്യാം. അതൊരു സെപ്പറേറ്റ് ഇഷ്യൂ ആണ് ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഔട്ട്കം പിന്നീടായിരിക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം നോർമലി ഞാൻ 2 തവണ റീവാലിഡേറ്റ് ചെയ്ത് എന്നോട് ചോദിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ, ഈ എവിഡൻസുകൾ, ഈ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തതിൻ്റെ എവിഡൻസ് അവർ റാൻഡംലി ചൂസ് ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൺഫേമറെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ആ കൺഫേമർ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ മാത്രം റെസ്പോണ്ട് ചെയ്താൽ പോരാ, ആ കൺഫേമറും NMCക്ക് റെസ്പോണ്ട് ചെയ്താലേ നമ്മുടെ റിന്യൂവൽ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു, ഇപ്പോൾ നമ്മളോട് എവിഡൻസ് ചോദിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു നമ്മൾ അറ്റ് റിസ്കിലാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അങ്ങനെയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അവർ റാൻഡംലി ചൂസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ടൈംലി റിപ്ലൈ നമ്മുടെ കൺഫേം ചെയ്ത ആളോ അല്ലെങ്കിൽ ഡിസ്കഷൻ ചെയ്ത ആളോ, കാരണം നമ്മൾ അവരുടെ പിൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ
NMCക്ക് ടൈംലി റിപ്ലൈ കൊടുത്തില്ല എന്ന് വരികിൽ നമ്മുടെ എന്താ പറയുക രജിസ്ട്രേഷൻ ലാപ്സ് ആവാൻ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മളോട് എവിഡൻസ് ചോദിക്കുമ്പോൾ അതിൽ പേടിക്കാനൊന്നുമില്ല. ആസ് ലോങ് ആസ് വി മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് ആസ് ലോങ് ആസ് വി ഹാവ് കെപ്റ്റ് അവർ പോർട്ട്ഫോളിയോ ദാറ്റ്സ് നത്തിങ് ടു വറി. അതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെൻ ദ കൺഫർമർ ഇസ് രജിസ്റ്റേർഡ് നഴ്സ് മിഡ്വൈഫ് ഓർ നഴ്സിംഗ് അസോസിയേറ്റ്, the reflective discussion and confirmation discussion can happen with the same person. When the confirmer is not a registered nurse midwife or nursing associate, the reflective discussion with another NMC nurse midwife or nursing associate must happen first. അപ്പോൾ കൺഫേം ചെയ്യുന്നതിന് മുൻപായിട്ട് ഇപ്പം നമ്മുടെ കൺഫേമർ ഒരു NMC രജിസ്ട്രേഷൻ ഇല്ലാത്ത നഴ്സോ മിഡ്വൈഫോ നഴ്സിംഗ് അസോസിയേറ്റോ ആണെങ്കിൽ the discussion must happen before that. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ ഫോംസൊക്കെ അതിലുണ്ട്. NMCയുടെ ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, കീപ്പിംഗ് എ പോർട്ട്ഫോളിയോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി റെക്കമെൻഡ് ദാറ്റ് നഴ്സസ് മിഡ്വൈഫ് നഴ്സിംഗ് അസോസിയേറ്റ്സ് കീപ്പ് എ പോർട്ട്ഫോളിയോ ഓഫ് എവിഡൻസ് ഷോയിങ് ഹൗ ദേ മീറ്റ് ദ റിവാലിഡേഷൻ റിക്വയർമെൻറ്റ്സ്. റിവാലിഡേഷൻ പോർട്ട്ഫോളിയോ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ആഫ്റ്റർ 3 years ഇറ്റ്സ് നോട്ട് വാലിഡ്, യുനോ. നമ്മുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ it can be part of the NMC can be part of my personal portfolio, but NMC portfolio has to be renewed every 3 years. പിന്നെന്താ NMC പറയണേ, it should be a live document developed over the 3 years. അത് നമ്മുടെ പോർട്ട്ഫോളിയോനെ പറ്റിയാണ് പറയണത്. പിന്നെ അവർ പറയണ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യണം. പ്രാക്ടീസ് അവേഴ്സ്, ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. പ്രാക്ടീസ് അവേഴ്സ് നമ്മൾ മീറ്റ് ചെയ്തോ, അതിനുള്ള റെക്കോർഡ്സ് നമുക്കുണ്ടോ, CPD അവേഴ്സ് ഉണ്ടോ, ആക്ടിവിറ്റീസ്, പിന്നെ ഫീഡ്ബാക്ക്, റിഫ്ലക്റ്റീവ് അക്കൗണ്ട്സ്, റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ ആൻഡ് കൺഫർമേഷൻ. പിന്നെ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ അവരൊരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും നമുക്കറിയാം, NMCയിൽ ആദ്യമൊന്നും എനിക്കൊന്നും അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ വന്ന സമയത്തൊന്നും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതറിയാം. വി നീഡ് ടു ഹാവ് എൻ NMC അക്കൗണ്ട്. യു നീഡ് ടു മേക്ക് യുവർ ആപ്ലിക്കേഷൻ വയ NMC ഓൺലൈൻ. നമ്മൾ complete an online form and declare that you have met the revalidation requirements. You will not need to upload your evidence. അതാണ് ഒരു കാര്യം. നമ്മൾ റിവാലിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പോർട്ട്ഫോളിയോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അത് ചെയ്തവർക്കറിയാം. വെരി ഈസി ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. കുറച്ച് ടിക്ക് ബോക്സും കുറച്ച് കാര്യങ്ങളുമാണ്. പക്ഷേ ഇപ്പം ഞാനാണ് റിവാലിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആ ബാക്കിയെല്ലാം എവിഡൻസും ഉണ്ടായിരിക്കണം. പക്ഷേ ഈ അപ്ലിക്കേഷൻ ഇറ്റ് സെൽഫ് ഈസ് വെരി ഷോർട്ട്, നൈസ് ആൻഡ് ഈസി ആൻഡ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ജസ്റ്റ് ടിക്ക് ബോക്സ് യു ക്യാൻ സബ്മിറ്റ് വിതിൻ 5 minutes. As long as you have all the other things ready in your hand. പിന്നെ വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവരൊരു പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ദർ ഇസ് എൻ ഓപ്ഷൻ ഫോർ ദാറ്റ്. പിന്നെന്താ, ഇൻ ഓർഡർ ടു എൻഷുർ ദ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്ലൈഡ് അവർ കൊടുത്തിട്ടുണ്ട്. അതവർ പറയണേ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സബ്മിറ്റിംഗ്. അതിൻ്റെ ലാസ്റ്റ് ഡേ അത് അവർ റിന്യൂ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഡോണ്ട് ഫൊർഗെറ്റ് ടു പേ ദ മണി. Not only submitting the application but also paying the money. I'm sure we all remember that. Recently I have come across some of the nurses, they completely forgot not about revalidation but forgot about their renewal. It doesn't look good on us. So please make sure. ഞാനൊക്കെ അത് ഡയറക്റ്റ് ഡെബിറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരല്ല, ചിലപ്പോൾ മറക്കാൻ ഒരു ചെറിയ സാധ്യത ഇല്ലാതില്ല. അപ്പോൾ അല്ലെങ്കിൽ ഓർത്ത് അത് നമ്മൾ ലാപ്സ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ലാപ്സ് ആയാൽ അന്ന് തുടങ്ങി നമുക്ക് പിന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെ വൺസ് ലാപ്സ് ആയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പെട്ടെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ, പക്ഷെ അതിനൊരു പ്രൊസീജിയർ, അത് വലിയൊരു പ്രൊസീജിയർ, പിന്നെ അത് മാനേജർമാർക്ക് തലവേദന. ഫസ്റ്റ് തിങ് ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ് ഓൺ അസ്. അപ്പം അതാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറക്കാതിരിക്കാൻ. ഇപ്പോൾ ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് റിമൈൻഡേഴ്സിനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ ഫോണിൽ, പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ ഫെസിലിറ്റി ഉണ്ട് വിത്ത് ദിസ് ന്യൂ ടെക്നോളജി. അപ്പം അതുകൊണ്ട് ആരും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട്, വാട്ട് ഷുഡ് ഓൾ നഴ്സസ് മിഡ്വൈഫ് ആൻഡ് നഴ്സിംഗ് അസോസിയേറ്റ് ഡു ടു പ്രിപ്പയർ? സൈൻ അപ്പ് ടു NMC ഓൺലൈൻ, ഫൈൻഡ് ഔട്ട് യുവർ റിവാലിഡേഷൻ ഡേറ്റ്, റീഡ് ദ ഗൈഡൻസ്, choose your reflective discussion partner and confirmer.
I hope it was clear. Sorry, I was not kind of keeping up with the messages, which I will do at the end. I mean, we are at the end. ഞാൻ എല്ലാം ഞാൻ നോക്കി ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ലാസ്റ്റ് 2 minutes എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സീ എനിത്തിങ്. എനിക്ക് തോന്നണേ ഞാൻ തുടക്കം മുതലേ ഒന്നും നോട്ട്സ് ഒന്നും ഐ മീൻ ടെക്സ്റ്റ് ഒന്നും നോക്കാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ അത് നോക്കി എന്താ പറയുക അതിന് മറുപടി പറയണില്ല. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മറുപടി ഇടാം. ഇനി എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. അല്ലെങ്കിൽ ഐ എം ഷുവർ ദർ മേ ബി അതർ പീപ്പിൾ ഹൂ നോസ് ദ ആൻസേഴ്സ് ആൻഡ് ദേ ക്യാൻ ഹെൽപ്പ് അസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. So thank you very much for your time. Thank you Joby and team once again. Have a good night. Bye everyone. Thank you. Bye everyone.